ഉണ്ടാകട്ടെ. ദയവായിട്ടിരുന്നാട്ട് ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ചിന്തയിലേക്ക് കടക്കുകയാണ്. എബ്രായലേഖനം 12-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 12. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേഴ്സ് 26 to 28, 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തിയ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഹീബ്രൂസ് 12 വേഴ്സ് 26 to 28. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇളകാത്ത രാജ്യം എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് ഭൂമിയുടേതായിരിക്കുന്ന അവസ്ഥ, എർത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥ എന്ത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയത്, ദൈവം ഭൂമിയെ അടിസ്ഥാനത്തിന്മേൽ സൃഷ്ടിച്ചു. അത് ഇളകാതെ വണ്ണം ദൈവം അതിനെ സ്ഥാപിച്ചു. അപ്രകാരം ഇളകാത്ത ഒരു ഭൂമി, ഇളകാത്ത ഒരാകാശം, അതിനെന്ത് സംഭവിച്ചു? കാലങ്ങൾ കടന്നു വന്നപ്പോൾ അതിന് രൂപാന്തരങ്ങൾ സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ടത് ഒരു പെർഫെക്റ്റ് എർത്ത് ഉണ്ടായിരുന്നു, പെർഫെക്റ്റ് ഹെവൻ ഉണ്ടായിരുന്നു. അന്ന് ആ സ്ഥലത്ത് ആക്കി വെച്ചിരുന്നത് എസ്കേൽ 28-ാം അധ്യായം പഠിപ്പിക്കുന്ന പോലെ ദൂതന്മാരെ ആയിരുന്നു. അന്ന് ലോകത്തിൽ ശാപമില്ല, നാശമില്ല, രോഗമില്ല, യാതൊരു കഷ്ടതയുമില്ല. എല്ലാം വളരെ മനോഹരമായിട്ടൊരു പെർഫെക്റ്റ് എർത്തായിരുന്നു ദൈവം അന്ന് സൃഷ്ടിച്ചത്. എന്നാൽ ആ ദൂതൻ പാപം ചെയ്തപ്പോൾ ദൈവം വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയും അപ്രകാരം അന്ന് സൃഷ്ടിച്ചതായിരിക്കുന്ന സകല ജീവജാലങ്ങൾ നശിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അപ്രകാരം എത്ര കാലങ്ങൾ ഭൂമിയെ വെള്ളം മൂടിയെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈവൻ ഒരു ചെടി പോലും ജീവനോടെ നിൽക്കാതെ വണ്ണം അത് പരിപൂർണമായിട്ട് നശിപ്പിക്കപ്പെട്ട വിധത്തില് ദൈവം അതിനനുസരണമായിട്ട് ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്രകാരം ഒന്നുമില്ലാതെ ശൂന്യമായിരുന്ന ഒരു ഭൂമിയിൽ നിന്ന് ദൈവം രണ്ടാമത് ഒരു ഭൂമിയെ റീക്രിയേറ്റ് ചെയ്തു. ചില മാറ്റങ്ങളൊക്കെ വരുത്തി ദൈവം രണ്ടാമതൊരു ഭൂമിയെ സ്ഥാപിച്ചു. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു പഠിച്ചത്. അതാണ് ആദമിനെ ആക്കിയതായിരിക്കുന്ന ഭൂമിയുടെ പ്രത്യേകത. ആ ഭൂമിയിൽ എന്തുണ്ടായിരുന്നു? യാതൊരു ശാപവുമില്ലായിരുന്നു, യാതൊരു ദോഷവുമില്ലായിരുന്നു, യാതൊരു ദുഷ്ടതയുമില്ലായിരുന്നു. എന്നാൽ ഒന്നുണ്ടായിരുന്നു, ദുഷ്ടൻ അവിടെ ഉണ്ടായിരുന്നു. വേറെ ഒന്നും അവിടെ ഇല്ലായിരുന്നു. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ദുഷ്ടൻ അവിടെ കടന്നു ചെല്ലുവാൻ ദൈവം അനുവാദം കൊടുത്തു. അതിന് ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആദമിന്റെയും ഹവ്വയുടെയും പാപം മുഖാന്തരമായിട്ട് ഭൂമി മുഴുവൻ ശാപത്തിന് കീഴിലാകുവാൻ കാരണമായി തീർന്നു. ദൈവം ഈ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും ആ ഭൂമി നശിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഒരു പർട്ടിക്കുലർ സമയം കടന്നു വരുമ്പോൾ ആ ഭൂമിയുടെ ഒരു വലിയ നാശമായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത്. അതായിരിക്കും ഹർമഗദോൻ യുദ്ധത്തിൽ നടക്കുവാൻ പോകുന്ന വലിയ വിഷയം. ദൈവം എന്ത് ചെയ്യും? അതിനുശേഷം നിന്നുകൊണ്ട് ആ ഭൂമിയെ വീണ്ടും രണ്ടാമതായിട്ട് റീക്രിയേറ്റ് ചെയ്യും, സൃഷ്ടിക്കുന്നു, പുതിയതൊന്നിനെ കൊണ്ടുവരുന്നു. അതായിരിക്കും മൂന്നാമത്തെ ഭൂമി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ മൂന്നാമത്തെ ഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സാക്ട്ലി ലൈക്ക് ആദമിനെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ ആയിരുന്ന ഭൂമിയുടെ അതേ അവസ്ഥ. അവിടെ എന്തില്ല? ശാപമുണ്ട്, മുള്ളുണ്ട്, പകക്കാരുണ്ട്. എങ്കിലും ദൈവം ആദമിനെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ ഏതവസ്ഥയിലാക്കിയോ എക്സാക്ട്ലി ദ സെയിം സിറ്റുവേഷൻ. എക്സാക്ട്ലി എന്ന് പറയുമ്പോൾ അത് വേർഡ് തെറ്റാണ്. എന്നാലും ഒരു വിധത്തില് ആ ഒരു ഭൂമിയുടെ അവസ്ഥയിലേക്ക് ദൈവം 1000 ആണ്ട് വാഴ്ചയിലെ ഭൂമിയെ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അന്ന് ആകാശത്തിൽ ഒരു വിധാനം ഉണ്ടായിരുന്നത് പോലെ തന്നെ 1000 ആണ്ട് വാഴ്ചയില് വെയിൽ കൊള്ളാതിരിപ്പാൻ തക്കവണ്ണം ഒരു വിധാനം ഭൂമിക്കുണ്ടായിരിക്കും. ഇന്ന് രാത്രി നമ്മൾ നെക്സ്റ്റ് വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഫോർത്ത് പെർഫെക്റ്റ് എർത്ത്, നാലാമത്തത് പൂർണ്ണമായിരിക്കുന്ന ഒരു ഭൂമി. നാലാമത്തെ ഒരു പെർഫെക്റ്റ് എർത്ത്. പ്രധാനമായിട്ട് അതിന് 4 പേരുകൾ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. 4 ഡിഫറെന്റ് നെയിം. അതിൽ ഫസ്റ്റ് വൺ ആണ് റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 1. റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഒന്നാമത്തേതിന്റെ പേര് ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. പുതിയ ആകാശം, പുതിയ ഭൂമി.
അത് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. രണ്ടാമത് അതിന്റെ പേരാണ് ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 28. ഹീബ്രൂസ് 12:28, എബ്രായ 12:28. ഇളകാത്ത രാജ്യം, എ കിങ്ഡം വിച്ച് കനോട്ട് ബി മൂവ്ഡ്. ഇളകാത്തൊരു രാജ്യമാണ്, ഇനി ഒരിക്കലും അത് ഇളകിപ്പോകത്തില്ല. ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ഭൂമി പല പ്രാവശ്യങ്ങൾ പല നാളുകളിൽ ഇളകുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, ഇപ്പോഴും അത് ഇളകിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഇനിയുമുള്ള ഫോർത്ത് ഭൂമിയുടെ ഒരു പ്രത്യേകത, അത് ഒരിക്കലും ഇളകുന്നതല്ല. മൂന്നാമത്തേതിന്റെ പേര് ഹീബ്രൂസ് 11:10. ഹീബ്രൂസ് 11:10. ഒന്ന്, ഹൂസ് ബിൽഡർ ഈസ് ഗാഡ്. ദൈവത്തിന്റെ ശില്പിയാണ്, ദൈവമാണ് അതിന്റെ ശില്പി. ഹൂസ് ബിൽഡർ ഈസ് ഗാഡ്, ദൈവമാണ് അതിന്റെ ശില്പി. നാലാമത്തെ അതിന്റെ പേര്, അതേ വാക്യം, which has foundation, അടിസ്ഥാനങ്ങളുള്ള ഒരു എർത്ത്, അതൊരു അടിസ്ഥാനമുണ്ട്. എപ്പോഴാണ് ഈ ഭൂമി സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ആ ഭൂമി എങ്ങനെ സ്ഥാപിക്കപ്പെടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് നമ്പർ 11. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുവൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുൻപിൽ നിന്ന് ഭൂമി ആകാശവും ഓടിപ്പോയി. ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വേർഡ്. ഞാൻ അവിടെ ദൈവത്തിന്റെ ദാസൻ പറയുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അവന്റെ മുൻപിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു വെള്ളസിംഹാസനം വെക്കുവാൻ പോകുന്നത് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ ഭൂമിയിൽ തന്നെയാണെങ്കിലും ഇന്നത്തെ ഈ ഭൂമിയിൽ ആയിരിക്കില്ല യേശു വെള്ളസിംഹാസനം വെക്കുന്നത്. യേശു വെള്ളസിംഹാസനം വെക്കുന്നത് എന്തിനാന്ന് നിങ്ങൾക്കറിയാം. യേശു പ്രധാനമായിട്ട് ജഡ്ജ്മെന്റ് നടത്തുവാനാണോ ദൈവം ന്യായം അവിടെ വെള്ളസിംഹാസനം വെക്കുന്നത്? വെള്ളസിംഹാസനത്തിൽ യേശു ഇരിക്കുമ്പോൾ കൊടുക്കുന്നത് പണിഷ്മെന്റ് ആണോ? ഈവൻ ജഡ്ജ്മെന്റ് ആണെങ്കിലും ആ ജഡ്ജ്മെന്റ് പണിഷ്മെന്റിന് വേണ്ടിയായിരിക്കും. പ്രധാനമായിട്ട് 3 കൂട്ടരെയാണ് പണിഷ്മെന്റിലേക്ക് നയിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത് അതിന്റെ 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ചാപ്റ്റർ 20 വേഴ്സ് നമ്പർ 10. അവരെ വഞ്ചിച്ച പിശാചിനെ, ദ ഫസ്റ്റ് വൺ, സൈറ്റൻ സാത്താനെ പണിഷ്മെന്റിലേക്ക് ജഡ്ജ്മെന്റ് ചെയ്ത് സാത്താനെ നരകത്തിലേക്ക്, ലേക്ക് ഓഫ് ഫയറിലേക്ക് തള്ളിയിടുന്നു. ഓൾറെഡി അവിടെ 2 പേരൂടെ കിടപ്പുണ്ട്. ആരാണെന്ന് അറിയാമല്ലേ? റെവലേഷൻ ചാപ്റ്റർ 19 വേഴ്സ് 20. ആന്റി ക്രൈസ്റ്റ് ആൻഡ് ഫാൾസ് പ്രൊഫറ്റ്, ഇവർ 2 പേരും ഓൾറെഡി അതിനകത്തുണ്ട്. 1000 ആണ്ട് അവരവിടെ കിടക്കുകയാണ്. 1000 ആണ്ട് ഈ ലേക്ക് ഓഫ് ഫയറിൽ കിടന്നിട്ടും അവർക്ക് യാതൊരു വിധമായിരിക്കുന്ന ദോഷങ്ങൾ വന്നില്ല, അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വേർഡ് തെളിവാണ്. നമ്മൾ 10-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ച ചാപ്റ്റർ 20 വേഴ്സ് 10. അവരെ വഞ്ചിച്ച പിശാചിനെ, ശ്രദ്ധിക്കണ വേർഡ്, മൃഗവും കള്ളപ്രവാചനം കിടക്കുന്ന, സ്റ്റിൽ ലൈങ്, ഇപ്പോഴും കിടക്കുകയാണ്, നശിച്ചില്ല. 1000 ആണ്ട് ഈ തീക്കകത്ത് കടന്നിട്ടും മൃഗമോ കള്ളപ്രവാചകനോ നശിച്ചില്ല. ഇവർ 2 പേരും ആരാണെന്നറിയാം? they were human beings, മനുഷ്യരായിരുന്നു. എന്നാൽ എന്താണ് അവർ 1000 ആണ്ട് ഈ തീയിൽ കിടക്കുമ്പോഴും ഇവക്ക് യാതൊരു മാറ്റങ്ങളും വന്നില്ല. വേദപുസ്തകം പറയുന്നത് 1000 ആണ്ട് കഴിഞ്ഞപ്പോഴും മൃഗവും കള്ളപ്രവാചനം കിടക്കുന്നിടത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വേദന ഇല്ലെന്നല്ല, യാതന ഇല്ലെന്നല്ല. ആ സ്ഥലം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ടോർമെന്റ്. എന്നാൽ ഒരു കാര്യമുണ്ട്, നെവർ പെരിഷ്, ഒരിക്കലും നശിക്കത്തില്ല. ആരാണ് ഇവിടെ ആയിരിക്കുന്നത്?
ആ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും വിത്ത് ദ ഹ്യൂമൻ ഫോം, മാനുഷിക ഭാവ രൂപത്തിൽ. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, മാനുഷ്യ രൂപത്തിൽ കിടക്കുന്ന എതിർ ക്രിസ്തുവും കള്ളപ്രവാചകരും 1000 ആണ്ട് കടന്നിട്ടും യാതൊരു മാറ്റങ്ങളും പൂർണ്ണമായി നശിച്ചില്ല എങ്കിൽ ഇതിനകത്ത് കടക്കുന്ന ഒരു മനുഷ്യനും നശിക്കുവാൻ പോകുന്നില്ല. നിത്യതയോളം ദണ്ഡനം അനുഭവിക്കുന്ന സ്ഥലമായിരിക്കും ലേക്ക് ഓഫ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആരെ വിട്ടു? പിശാചിനെ വിട്ടു. പിശാചിനെ വിട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയോണം, ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്ന പോലെ യൂദായുടെ ലേഖനം verse 6 and 7. verse 6. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധി എന്ന് പറയുന്നതാണ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. അതാണ് മഹാദിവസം. അപ്പോൾ ഈ ദൂതന്മാരെ കൂടെ അന്നായിരിക്കും ന്യായം വിധിക്കുന്നത്. ഓൾ ദി ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് shall be judged. എല്ലാ അശുദ്ധാത്മാക്കളെയും എല്ലാ ദൂതന്മാരെയും, പാപം ചെയ്ത ദൂതന്മാരെയും ന്യായം വിധിക്കുന്ന ഒരു സമയമാണ് വെള്ളസിംഹാസനം. അവരെ എന്ത് ചെയ്യും? ശിക്ഷിച്ച് നരകത്തിലേക്ക് തള്ളിയിടുന്നു, ലേക്ക് ഓഫ് ഫയറിലേക്ക്. മൂന്നാമത് അവിടേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കടന്നു പോകുന്ന ഒരു കൂട്ടമാണ് റെവലേഷൻ ചാപ്റ്റർ 20 verse 12 to 15 നോട്ട് ചെയ്താട്ട് വായിച്ചാട്ട്. verse 12. മരിച്ചവർ ആബാലവൃദ്ധം. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇൻക്ലൂഡിങ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആബാലവൃദ്ധം, ബാലന്മാർ വൃദ്ധന്മാർ അടങ്ങിയതായിരിക്കുന്ന ഒരു വലിയ സംഘമാണ് എവിടെ നിൽക്കുവാൻ പോകുന്നത്? വെള്ളസിംഹാസനത്തിന് മുൻപിൽ നിൽക്കുവാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ആ പർട്ടിക്കുലർ സമയത്ത് ഈവൻ കുഞ്ഞുങ്ങൾ വരെ ന്യായവിധിയുടെ മുൻപിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വരെ കർത്താവ് ന്യായം വിധിക്കും. ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും താഴെ. അപ്പോൾ എന്താണ് സംഭവം? നിങ്ങൾ ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചാട്ട് അതിന്റെ 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ശ്രദ്ധിക്കണ വേർഡ്. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും. നിങ്ങൾക്കറിയാം പാതാളത്തിൽ ആരാ പോകുന്നത്? നമുക്കറിയാം ആരാ പോകുന്നേ. പാതാളത്തിൽ ആരാ പോകുന്നേ? പാപം ചെയ്തവരുടെ എന്താ പോകുന്നേ? മനുഷ്യനെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ മനുഷ്യനൊരു തൃത്വമുണ്ട്, ഒരു ശരീരം, പ്രാണൻ, ആത്മാവ്. അപ്പോൾ മനുഷ്യൻ മരിക്കുമ്പോഴാണോ തിന്മ ചെയ്ത ഒരു പാതാളത്തിലേക്ക് പോകുന്നത്? എന്തുവാ പാതാളത്തിലേക്ക് പോകുന്നത്? സോൾ ആൻഡ് സ്പിരിറ്റ്. അകമയുള്ള മനുഷ്യൻ, സോൾ മാത്രമല്ല സോൾ ആൻഡ് സ്പിരിറ്റ്, അത് ഒരുമിച്ചാണ് പോകുന്നത്. പുറമേയുള്ള ശരീരമാണോ നമ്മുടെ ഫ്ലഷ്, അകമയുള്ള ശരീരമാണ് സോൾ ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ ഈ സോൾ ആൻഡ് സ്പിരിറ്റ് ആണ് അവിടെ കടന്നു പോകുന്നത്, പാതാളത്തിലേക്ക് കടന്നു പോകുന്നത്. ഇനിയും ആ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. മരണവും സമുദ്രം തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ എന്താ ഈ മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത്? പാതാളത്തില് ആരാ കിടക്കുന്നേ? സിന്നേഴ്സിന്റെ അവരുടെ ബോഡി എവിടെ? ഭൂമിയിൽ എവിടെയോ കിടക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അവർക്കും ദൈവമക്കൾ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ ഇവരും ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീരും. അവരും അവരുടെ ശരീരത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ മനസ്സിലാക്കണം, ആദാം മുതൽ അവസാന കാലം വരെ ജീവിച്ചായിരിക്കുന്ന ഒരൊറ്റ മനുഷ്യന്റെ ശരീരവും നഷ്ടപ്പെടുവാൻ പോകുന്നില്ല. അത് നല്ലവരായിരുന്നാലും തിന്മ ചെയ്തവരായിരുന്നാലും ഈ പ്രത്യേകമായിരിക്കുന്ന ശരീരത്തിലേക്ക് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിനോട് എടുക്കപ്പെടുവാൻ ആ ആത്മാക്കൾ കടന്നു വന്നോ അവരുടെ ശരീരത്തിലേക്ക് കടന്നോ അവർ ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ തന്നെ ഈ വെള്ളസിംഹാസനം മുമ്പിൽ ഇവരും ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീരും. പക്ഷെ ഇവർ ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്, ഇവരെ ന്യായം വിധിച്ച് എങ്ങോട്ട് വിടുവാൻ?
നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവർക്ക് എന്ത് സംഭവിക്കും? ഇവർ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് ഒരു രൂപാന്തരം പ്രാപിച്ചതുപോലെ ഇവർക്കും അവരുടെ ആ ശരീരത്തിന് ഒരു രൂപാന്തരം പ്രാപിക്കും. ആ ശരീരത്തിന്റെ രൂപാന്തരം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തേജസ്സിന്റെ ശരീരമായിരിക്കത്തില്ല, പിന്നെയോ നശിക്കാത്തൊരു ശരീരമായിരിക്കും. നിത്യകാലം വേദനിക്കുവാൻ കഴിയുന്ന ഒരു ശരീരമായിരിക്കും അവക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നത്. അവിടെയായിരിക്കും അവ കിടക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വെള്ളസിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഒരു ന്യായവിധിയാണ് കർത്താവ് ചെയ്യുന്നതെങ്കിൽ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ വെക്കുന്നതിന് മുമ്പ് ആകാശം ഭൂമിയും മാറിപ്പോയി എന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരമുള്ള സകല ദുഷ്ടതകളെയും പരിപൂർണമായിട്ട് നാമാവശേഷം ചെയ്ത് അല്ലെങ്കിൽ നിർമൂലനാശം ചെയ്തതിനു ശേഷം കർത്താവായ യേശുക്രിസ്തു കൊണ്ടുവരാൻ പോകുന്ന ഒരു ഭൂമിയാണ് പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ്. വെള്ളസിംഹാസനത്തിലേക്ക് കർത്താവായ യേശു ഇരിക്കുമ്പോൾ ആ വെള്ളസിംഹാസനം ഇരിക്കുന്ന ഇന്നത്തെ ഒരു ഭൂമി അല്ല, പിന്നെയോ കർത്താവിന്റെ മുൻപിൽ ആ ഭൂമിയും ആകാശവും മാറിപ്പോകുന്നു. അപ്പോൾ ആകാശഭൂമിക്ക് ഒരു മാറ്റം വന്നോ, എന്താണ് എത്രത്തോളം മാറ്റം വരും നമുക്ക് അറിയത്തില്ല. പക്ഷേ അവിടെയാണ് യേശു ഒരു സിംഹാസനം വെച്ചുകൊണ്ട് ന്യായം വിധിച്ച് സകലവിധമാർഗ ദുഷ്ടന്മാരെയും നിത്യമാർഗ ന്യായം വിധിച്ച് അവരെ നരകത്തിലേക്ക് തള്ളിക്കളയുമ്പോൾ അതിനുശേഷമാണ് ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാൻ പോകുന്നത്. വായിച്ചോട്ടെ, ചാപ്റ്റർ 21 വേഴ്സ് 1 ഒരിക്കൽ കൂടെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അപ്പോൾ ഇതിന് ശേഷമാണ് ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും കാണുന്നത്. എന്താണ് പുതിയ ആകാശം? എങ്ങനെയായിരിക്കും അത് ഫോം ചെയ്യുന്നത്? ഹെവൻസ്. ഒരു വാക്യം ഒന്ന് വായിച്ചോട്ട്. യെശയ്യാ 40 22 വാക്യം. ദൈവം ആകാശത്തെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചത്, എപ്രകാരം ദൈവം അതിനെയാക്കി? യെശയ്യാ ചാപ്റ്റർ 40 വേഴ്സ് 22. അവൻ ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു. നമ്മൾ വായിക്കുന്നത് യെശയ്യാ 40 22 വാക്യം. യെശയ്യാ ചാപ്റ്റർ 40 വേഴ്സ് 22. യെസ്. അവൻ ആകാശത്തെ വിരിക്കുന്നു. He spread the heavens. ആകാശത്തെ ഒന്ന് വിരിക്കുക. ബെഡ്ഷീറ്റ് ഒക്കെ നമ്മുടെ ബെഡ് വിരിക്കുന്നത് പോലെ ഒരു വിരിപ്പാണ് സ്വർഗത്തിലെ ദൈവം ആകാശത്തെ വിരിക്കുവാനായിട്ട്. എക്സാക്ട്ലി ദ സെയിം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് വിരിച്ചിടുകയാണ് സ്വർഗത്തിലെ ദൈവം ചെയ്തതോ. വായിച്ചോട്ടെ, ചാപ്റ്റർ 42 the same book verse 5. 42:5. ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും. അപ്പോൾ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചപ്പോൾ വിരിക്കുക ചെയ്തത്, സ്പ്രെഡ് ചെയ്തു. അതേ സെയിം ചാപ്റ്റർ 45 verse 12. 45:12. എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു. അപ്പോൾ ദൈവം ആകാശത്തെ വിരിക്കുക ചെയ്തത്. പക്ഷെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ദൈവം ആകാശത്തെ വിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് എന്താ ദൈവം ചെയ്യുവാൻ ഇടയായിത്തീർന്നത്? ആകാശത്തിന്റെ അവസ്ഥ തന്നെ. Proverbs chapter 8 verse 27. സദൃശവാക്യം 8:27. അവൻ ആകാശത്തെ ഉറപ്പിച്ചു. അപ്പോൾ ദൈവം ആകാശത്തെ വിരിച്ചു എന്ന് പറയുമ്പോൾ, ഒന്ന് സ്പ്രെഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ ഒന്ന് വാരി വെച്ചത് അല്ല, പിന്നെയോ ദൈവം അതിനെ ഉറപ്പിക്കുവാനായിട്ടിടയായിട്ട് ഒരു ഫേം ഫൗണ്ടേഷൻ ആകാശത്തിനുണ്ടായിരുന്നു. ആകാശത്തെ ദൈവം ഉറപ്പിച്ചാണ് വിരിക്കുവാനായിട്ടിടയായിത്തീർന്നത്. ദൈവം എങ്ങനെ അത് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം വേദപുസ്തകം പറയുന്നു, ആകാശം എന്ന് പറയുന്നത് ഒന്ന് വിരിച്ചു വെച്ചിരിക്കുക. എന്തൊക്കെയോ ഒന്ന് വിരിച്ച്, എത്ര ലെയർ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എങ്കിലും കാണുവാൻ സാധിക്കും. വേദപുസ്തകത്തിൽ ഒരു വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാക്കാം. റെവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 14. വെളിപ്പാട് പുസ്തകം 6-14 വാക്യം. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അപ്പൊ ഒരു പുസ്തക ചുരുൾ എങ്ങനെയാണ് ചുരുട്ടുന്നത്? നമ്മൾ ഒരു പേപ്പർ എടുത്ത് A4 പേപ്പർ എടുത്തിട്ട് ആ പേപ്പർ ഒന്ന് ചുരുട്ടുന്നത് പോലെ ആകാശത്തെ ദൈവം ചുരുട്ടുക ചെയ്യുന്നേ.
ആകാശത്തിന്റെ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഈ ആകാശം എന്ന് പറയുന്നത് ഒരു പാളിയല്ല, ഒരു വിരിപ്പല്ല, ഒത്തിരി വിരിപ്പ് ആകാശത്തിനുണ്ടാവും. ഒത്തിരി ഭാഗം, പല ലേയേഴ്സ് ആണ് ആകാശം എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഇത്രയും ലേയേഴ്സ് ആണെങ്കിലും സ്വർഗത്തിലെ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചപ്പോൾ അതിനെ സൃഷ്ടിച്ചത് ഉറപ്പോടുകൂടിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ എന്ത് സംഭവിക്കും ഈ ആകാശത്തിന്? വായിച്ചോട്ടെ, യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 17-ാമത്തെ വാക്യം. യെശയ്യാ ചാപ്റ്റർ 65 verse 17. ദൈവം പറയുകയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പഠിക്കുന്നത് പോലെ ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ 4ാമത് ഉളവാകുവാൻ പോകുന്ന ഈ ഭൂമിയെയും ആകാശത്തെയും ദൈവം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. God is going to create. ദൈവം അതിനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ചാപ്റ്റർ 66 verse 22. യെശയ്യാ 66:22. എന്റെ മുൻപാകെ. അപ്പോൾ ഈ ആകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഇനി ഒരിക്കൽ പോലും അത് ഇളകിപ്പോകത്തില്ല. അത് ദൈവത്തിന്റെ മുൻപാകെ നിലനിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭൂമിക്കും ആകാശത്തിനും പല സന്ദർഭങ്ങൾ മാറ്റങ്ങൾ വന്നുവെങ്കിൽ ഇനിയും ഉണ്ടാകുവാൻ പോകുന്ന ആകാശത്തിന്റെ പ്രത്യേകത, ഭൂമിയുടെ പ്രത്യേകത, അത് ഒരിക്കലും മാറിപ്പോത്ത, നെവർ ചേഞ്ച്. അതിന് ഒരു മാറ്റങ്ങളും വരികയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഈ 4ാമത്തെ രാജ്യം എന്ന് പറയുന്നതായിരിക്കും അത് അവസാനമായിട്ട് ദൈവം സൃഷ്ടിക്കുവാൻ പോകുന്ന ലോകമെന്ന് എന്ന് പറയുന്നത്, ഹെവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം സൃഷ്ടിക്കുന്നതായിരിക്കുന്ന ഈ ഹെവൻ ആൻഡ് എർത്ത്, ഈ ഹെവനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? നമ്മൾ പറയുണ്ടായി, ദൈവമാണ് ആകാശത്തെ വിരിച്ചത്, ദൈവമാണ് അതിനെ ഇളകാതെ വണ്ണം ആക്കി വെച്ചത്. പേപ്പർ ചുരുട്ടുന്നത് പോലെ ആകാശം ചുരുള് പോലെ മാറിപ്പോകും. ഇപ്രകാരമുള്ള പല ചുരുളുകളായിരിക്കും ആകാശത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. പക്ഷെങ്കിൽ ഇപ്രകാരമുള്ള ചുരുളുകൾ എന്തായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത്? അതിന് ആധാരമായിട്ട് 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 2 Peter chapter 3 വളരെ വിലയേറിയതായിരിക്കുന്ന ഒരു വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. Revelation 2 Peter chapter 3 അതിന്റെ verse 4 and 5 and 6. ഒരു കൂട്ടം ആൾക്കാരെ പറയുന്ന ഒരു വേർഡിനെയാണ് ദൈവത്തിന്റെ ദാസനാകുന്ന പത്രോസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്ന പോലെ തന്നെ ഇരിക്കുന്നു. There is no change at all. യാതൊരു മാറ്റങ്ങളും ഭൂമിക്ക് വരുന്നില്ല, ആകാശത്തിന് വരുന്നില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാറ്റമൊക്കെ വരുമെന്ന് പറയുന്നത് വെറും ഭോഷത്വമാണ്, വിശ്വസിക്കാൻ പറ്റാത്തതാണ് എന്നൊരു കൂട്ടം ആൾക്കാർ പറയുമ്പോൾ ഇതിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ ദാസൻ വെളിപ്പെടുത്തുന്നത്. വായിച്ചാട്ട് നെക്സ്റ്റ് വേഴ്സ് 5. ആകാശവും ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വേർഡ്, അതിന്റെ താഴത്തെ ഭാഗം കൂടെ. ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യുവാൻ പോകുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ദാസൻ ഭൂമിയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുകയാണ്, ആകാശവും, പിന്നെ പറയുന്ന വേർഡ് വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. ഔട്ട് ഓഫ് വാട്ടർ, ഇംഗ്ലീഷ് ബൈബിൾ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ആൻഡ് ബൈ വാട്ടർ, ഔട്ട് ഓഫ് വാട്ടർ ആൻഡ് ബൈ വാട്ടർ. നിങ്ങൾ ചിന്തിക്കണം, ദൈവത്തിന്റെ തിരുവചനം പറയുന്നു പണ്ട് ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. എന്തുവാ സൃഷ്ടിക്കപ്പെട്ടത്? ആകാശവും, പിന്നീട് പറയുന്നത് വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. അപ്പോൾ വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി ഏത് സമയത്തെ ചൂണ്ടിക്കാണിക്കുന്നു? വെള്ളത്തിൽ നിന്ന് ഉളവായൊരു ഭൂമി. സെക്കൻഡ്, രണ്ടാമത്തെ സ്ഥാനത്ത്, രണ്ടാമത്തെ അഥവാ ആദമിനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കുന്നതിന് മുമ്പ് ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു. ദൈവം ആ ഭൂമിയെ റീക്രിയേറ്റ് ചെയ്തപ്പോൾ ദൈവം ആദ്യം ചെയ്തത് വെളിച്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം വെള്ളവും തമ്മിൽ വേർപരിപാലിക്കട്ടെ ദൈവം കൽപ്പിച്ചു. എന്നിട്ട് ദൈവം വെള്ളങ്ങളെ ഒരു സ്ഥലത്ത് കൂട്ടി അതിന് പേരെന്നും ഉണങ്ങിയ നിലത്തിന്
സമുദ്ര കരയെന്നും ദൈവം പേര് കൊടുത്തു. അപ്പോൾ ദൈവം വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവാക്കിയ ഭൂമി എന്ന് പറയുന്നത് ആദമിനെ ഏദൻ തോട്ടത്തിലാക്കുന്ന സമയത്തെ ഭൂമി ആകുന്നു എങ്കിൽ, ഇവിടെ ദൈവത്തിന്റെ ദാസനിപ്രകാരം പറയുന്നു ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി എന്ന് പറഞ്ഞാൽ, ഈ സംഭവം നടക്കുന്നതിന് മുൻപ് ഇതെന്ത് ചെയ്തു? ഉളവായി. നിങ്ങൾ ശ്രദ്ധിക്കണേ ആ വേർഡ് ആകാശം. ഒരിക്കൽ കൂടെ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയോണം, ഈ ഒരു ഭൂമിയെക്കുറിച്ച് പറയുക. ആ ഭൂമിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഇപ്രകാരമാണ്: വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. അപ്പോൾ വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി എന്ന് പറയുന്നത് ഏതാ? ആദമിനെ ഏദൻ തോട്ടത്തിലാക്കുന്ന സമയത്ത് ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ഭൂമി. എന്നിട്ട് ആ ഭൂമിയെ കുറിച്ച് പറയുക പണ്ട് എങ്ങനെ ഉണ്ടായി. അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് എന്ന് മുൻപ്. അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് നമ്മളെ ആ വേർഡ് വീണ്ടും നമ്മളെ ഒന്ന് കൺഫേം ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്ന പോലെ, ആദിയിൽ ദൈവം ആകാശഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായി ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ സമയം എന്ന് പറയുന്നതാണ് വെള്ളത്തിൽ നിന്നും വെള്ളത്താലും. ആ പർട്ടിക്കുലർ സമയ സീസണാണോ നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ഇവിടെ പറയപ്പെടുന്ന ഒരു വേർഡ് അതല്ല. ഇവിടെ പറയപ്പെടുന്ന വേർഡ് ആകാശവും പിന്നെ വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. എന്നിട്ട് പറയുകയാണ് പണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ അതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ സംഭവം നടക്കുന്നതിന് മുമ്പ്, ഈ ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ദാസൻ വീണ്ടും വിശദമാക്കുകയാണ് പണ്ട്, അതിനു മുൻപ്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് പോലെ ഈ വാക്യം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്: ആദമിനെ ഏദൻ തോട്ടത്തിലാക്കുന്നതിന് മുൻപ് ഈ ഭൂമി ഉണ്ടായിരുന്നുവെന്നും ആ ഭൂമിയാണ് ദൈവത്തിന്റെ വചനത്താൽ ഉളവായത്. ആ ഭൂമിയെ കുറിച്ച് പറയുകയാൻ പണ്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. അപ്പോൾ ദൈവത്തിന്റെ വചനം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ, ആ ആകാശവും ഭൂമി എന്ന് പറയുന്നത് ആദമിനെ സൃഷ്ടിച്ച കാലത്തിന്റെ ഭൂമി ആയിരുന്നില്ല, അതിനു മുൻപുള്ള ഒരു ഭൂമിയായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ആ ഭൂമിയുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് വ്യക്തമായ തെളിവുകളില്ല. എന്നാൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ 4-ാമത്തെ ഭൂമിക്ക് എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും 1-ാമത്തെ ഭൂമി എങ്ങനെയുള്ളതായിരുന്നുവെന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. 1-ാമത്തെ ഭൂമി എങ്ങനെയുള്ളത് നമുക്ക് അറിയത്തില്ല. ഒരു കാര്യം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ: ദൈവത്തിന്റെ സ്വഭാവം, ദൈവം സൃഷ്ടിക്കുന്ന സകലം നല്ലതാകുന്നുവെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഭൂമിയും നല്ലത് തന്നെ ആയിരിക്കും. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് പാപ്പിനായിട്ട് സൃഷ്ടിച്ചുവെങ്കിൽ വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ ഭൂമിയിൽ ഉണ്ടാകുവാൻ ചാൻസ് ഇല്ല. പിന്നെയോ എന്താണ് ആവശ്യമായിരിക്കുന്നത്? ആ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? എന്തൊക്കെയോ സംഭവിച്ചത് കൊണ്ട് ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ഭൂമിയെ ദൈവം സ്വർഗ്ഗത്തിൽ നോക്കിയപ്പോൾ കണ്ടത് പാഴും ശൂന്യമായി കണ്ടു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഏത് വാക്യമാ കോട്ട് ചെയ്യുന്നത്? ജെറമിയ 4. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം ഭൂമിയെ നോക്കി, ആകാശവും ഭൂമിയും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ പണ്ട് എന്ന് പറയുന്ന ഒരു സമയം, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ആദി എന്നുള്ളൊരു സമയം. ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. എന്താ ആദി? ഇൻ ദ ബിഗിനിങ്. എന്താ ആദി? ആദി എന്ന് പറയുന്നത് ആകാശം ഭൂമി സൃഷ്ടിക്കുന്ന സമയം. അതാണ് ഒരു ടൈമിന് സമയം കണക്കാക്കാൻ ഇടയായിത്തീർന്നത്. ഇതിനു മുമ്പ് സമയമില്ല, അതുകൊണ്ട് ദൈവമില്ലെന്നല്ല. പിന്നെയോ ആ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആകാശത്തെ വിരിക്കുന്നതിന് മുമ്പ്
ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചുവെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പും കാലങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയം ദൈവം അതിനു മുമ്പ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ഇവിടെ ഭൂമിക്ക് ഒരു കാലവർഷം അല്ലെങ്കിൽ വർഷത്തിന്റെ കണക്കാക്കുമ്പോൾ ആ കണക്ക് ആക്കപ്പെടുവാൻ തുടങ്ങിയ സമയം എന്ന് പറയുന്നത് ദ സ്റ്റാർട്ടിങ് ഓഫ് ദി ഏജ്. ശ്രദ്ധിക്കണം എൻ്റെ വേർഡ്. ദൈവത്തിന്റെ തുടക്കമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിനു മുൻപേ ദൈവമുണ്ട്, ദൂതന്മാരുമുണ്ട്. പക്ഷെങ്കിൽ ഒരു വർഷത്തിന്റെ കണക്ക് പറയുവാൻ സാധിക്കുമെങ്കിൽ ആ വർഷത്തിന്റെ കണക്ക് തുടങ്ങിയതെന്ന് പറയുന്നത് ആദിയിൽ എന്നൊരു സമയമാണ്. എപ്പോഴാണ് വർഷത്തിന്റെ കണക്ക് തുടങ്ങിയത്? ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ. അവിടെ തൊട്ടാണ് കാലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാലങ്ങൾ തുടങ്ങുവാനായിട്ടിടയായിത്തീരുന്നത്. അതിനുമുമ്പ് കാലങ്ങളില്ലേ, ആ കാലത്തിന് പേരാണ് ഇറ്റേണിറ്റി. എന്നാൽ ഇതിനുശേഷം ആ ആദിയിൽ എന്ന് പറയുമ്പോൾ അതിന് ഒരു കാലമുണ്ടായെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്, ആ കാലത്തിനൊരു പേര് കൊടുത്തു, പണ്ട്. ആദിയിൽ എന്ന് ദൈവം കൊടുത്ത പേരിന്, അതിന് പത്രോസ് അപ്പോസ്തലൻ കൊടുത്ത പേര് പണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതിനൊക്കെ മുമ്പ്. എന്ത് സംഭവിച്ചു? പണ്ട് ഒരു ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു, ദൈവം റീക്രിയേറ്റ് ചെയ്തു. ആ റീക്രിയേറ്റ് ചെയ്തപ്പോൾ വെള്ളത്തിൽ നിന്നും വെള്ളത്താലുമാണ് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നോഹയുടെ കാലത്തെ വെള്ളത്തെക്കുറിച്ചല്ല ഈ ഭാഗം പറയുന്നത്. കാരണം നോഹയുടെ കാലത്തെ വെള്ളത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? സകലത്തെയും പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാനായിട്ട് സാധ്യമായില്ല. മത്സ്യങ്ങൾ നഷ്ടമായില്ല, വൃക്ഷങ്ങൾ നഷ്ടമായില്ല, പിന്നെ ചെടികൾ നഷ്ടമായില്ല. നശിച്ചു എന്ന് പറയുന്നത് മനുഷ്യനും മൃഗങ്ങളും, അതും പൂർണ്ണമായി നശിച്ചില്ല. പെട്ടകത്തിനകത്ത് കടന്നു വന്നവരെല്ലാം രക്ഷപ്പെട്ടു. എന്നാൽ അതിനു മുമ്പുള്ള കാലത്തെക്കുറിച്ച് നോക്കുമ്പോൾ യാതൊരു ലൈഫും ഇല്ല, ഒന്നും തന്നെ ഇല്ല. എല്ലാം പൂർണ്ണമായിട്ട് നശിച്ചു. ഈവൻ ചെടികൾ വരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. വെള്ളമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. അപ്പോൾ ദൈവം, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് നോഹയുടെ കാലത്തിലെ വെള്ളത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ ആ ആദ്യത്തിൽ ആ ഭൂമിയെ മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നപ്പോൾ ആ വെള്ളത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയ ഈ ഭാഗം മനസ്സിലായോ? ഇല്ല, ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. ഇത് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കായത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയാട്ട് ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമി. അപ്പോൾ ഈ ലോകത്തെ ദൈവം വെള്ളം കൊണ്ട് നശിപ്പിച്ചു. എത്ര വട്ടം? 2 വട്ടം. ഏതൊക്കെ സമയം? ആദിയിൽ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ, സൃഷ്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിച്ചു. 2 നോഹയുടെ കാലത്ത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം കൊണ്ട് ഭൂമി പൂർണ്ണമായി നശിച്ചില്ല. എന്നാൽ ആദ്യത്തെ കാലത്തെ വെള്ളം കൊണ്ട് ഭൂമി പൂർണ്ണമായി നശിച്ചു. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചു വരുന്ന ഭാഗം എന്ന് പറയുന്നത് ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. അപ്പോൾ വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമി എന്ന് പറയുന്നത് നോഹയുടെ കാലത്തെ ഭൂമിയോ അതോ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന ഭൂമിയോ? എന്തുകൊണ്ട്? അപ്പോൾ ദൈവം എങ്ങനെയാണ് ആ ഭൂമിയെ സൃഷ്ടിച്ചത്? വെള്ളത്തിൽ നിന്ന്, വെള്ളത്താലും. അപ്പോൾ ദൈവം ആ ഭൂമിയെ സൃഷ്ടിക്കുന്ന വെള്ളത്തിൽ നിന്നായതുകൊണ്ട്, അപ്പോൾ ഈ ഭൂമിയെക്കുറിച്ചാണ് ദൈവത്തിന്റെ ദാസൻ പത്രോസ് പറയുന്നത്. പക്ഷെ ഈ ഭൂമിയെക്കുറിച്ച് ദൈവത്തിന്റെ ദാസൻ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചൊരു ഭൂമിയുണ്ട്. പക്ഷെങ്കിൽ ആ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ആ ഭൂമി പണ്ട്. എന്തുവായി പണ്ട്? ഇതിനു മുമ്പ്. അപ്പോൾ ഈ ഉപരിതലത്തിൽ വെള്ളത്താൽ നിറയപ്പെട്ട് കിടന്നു കാണിക്കുന്ന ആ സമയത്തിന് മുമ്പ് എന്തായിരുന്നു? ദൈവത്തിന്റെ വചനത്താലാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ പണ്ട് എന്ന് പറയുന്ന ഒരു സമയമാണ് ആദി എന്ന് നമ്മൾ കാണുന്നത്.
അപ്പോൾ ഈ ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. പക്ഷെങ്കിൽ ആ ഭൂമിയാണ് പാഴും ശൂന്യമായത്. ആ ഭൂമിയെ ദൈവം രണ്ടാമത് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്കറിയത്തില്ല ആദ്യത്തെ ഭൂമിയുടെ അവസ്ഥ എന്തായാലും നമുക്കറിയത്തില്ല. പക്ഷെ രണ്ടാമത്തെ ഭൂമിയുടെ അവസ്ഥ എന്തെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നമ്മൾ മൂന്നാമത്തെ ഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ആദാം ഏദൻ തോട്ടത്തിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് ഭൂമി ഏത് അവസ്ഥയിൽ ആയിരുന്നുവോ അതേ അവസ്ഥയിലേക്കാണ് മൂന്നാമത്തെ ഭൂമി 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുവാൻ പോകുന്നത്. ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ കൂടുതൽ സാമ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭൂമി ഏകദേശം ഒരേ തുല്യമായി നിൽക്കുമ്പോൾ നമ്മളിവിടെ ദൈവത്തിന്റെ ദാസൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഇളകാത്ത രാജ്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നാലാമത്തെ രാജ്യമാണ്, അല്ലെങ്കിൽ നാലാമത്തെ ഭൂമിയാണ് ഇളകാത്ത രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇളകാത്ത രാജ്യം കടന്നു വരണമെങ്കിൽ എങ്ങനെയായിരിക്കും അത് സ്ഥാപിക്കുന്നത്, എങ്ങനെയായിരിക്കും അതിൻ്റെതായിരിക്കും പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുവാൻ പോകുന്നത്? അതിന് ആധാരമായിട്ടാണ് 3-ാം അധ്യായം 2 Peter chapter 3 verse number 7 വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ട്. 2 Peter 3:7. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചുവെന്നും, ശ്രദ്ധിക്കണം, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഏത് കാലത്തെ കുറിച്ചാണ് പറയുന്നത്? ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്തെ കുറിച്ചുള്ള ഭൂമിയെ കുറിച്ച് പറയുകയാണ്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ. അപ്പോൾ ദൈവം ഒരിക്കൽ വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിച്ചു. അതേ ദൈവം വീണ്ടും ഈ ഭൂമിയെ നശിപ്പിക്കും. പക്ഷേ ദൈവം നശിപ്പിക്കാൻ പോകുന്നത് വെള്ളം കൊണ്ടല്ല, തീ കൊണ്ടായിരിക്കും ദൈവം നശിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ നിങ്ങൾ ഇനിയുള്ള ക്ലാസ്. ദൈവം അന്നത്തെ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിച്ചു. പക്ഷെ ഇനിയുള്ള ഭൂമിയെ, ഇനിയും കടന്നു വരുവാൻ പോകുന്ന ഭൂമിയെ വെള്ളം കൊണ്ടല്ല നശിപ്പിക്കുവാൻ പോകുന്നത്, പിന്നെയോ തീ കൊണ്ടാ. പക്ഷേ തീ കൊണ്ടാണെങ്കിൽ തന്നെയും ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത വീണ്ടും ഒരിക്കൽ കൂടെ 7th verse. അതേ വചനത്താൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, വെള്ളത്താൽ ദൈവം ഭൂമിയെ നശിപ്പിച്ചത് ദൈവത്തിന്റെ വചനത്താൽ ആകുന്നുവെങ്കിൽ അതേ വചനം കൊണ്ടായിരിക്കും തീ വെളിപ്പെടുവാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്തെ പ്രവർത്തനമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വേർഡ്, ദൈവത്തിന്റെ വാക്ക്. ദൈവം അതിനെ നശിപ്പിക്കുവാനായിട്ട് പോകുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുവാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും. അപ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഭൂമിയാണോ ദൈവം തീ കൊണ്ട് നശിപ്പിക്കുവാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിന്റെ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഭൂമിയെ ദൈവം തീ കൊണ്ട് നശിപ്പിക്കും. ഈ ഭൂമിയാണോ തീ കൊണ്ട് നശിപ്പിക്കുവാൻ പോകുന്നത്? അത് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ വായിച്ചാട്ട് വീണ്ടും നമ്മൾ വായിച്ചാട്ട് 10-ാമത്തെ വാക്യം verse 10 onwards. 2 Peter chapter 3 verse 10 onwards. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ആകാശം ഉടലെടുക്കുവാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്, ദൈവം സ്ഥിരമായി നിർമ്മിച്ച് നിർത്തിയിരിക്കുന്ന ഈ ആകാശത്തിന് ഉന്മൂലമായിരിക്കുന്ന ഒരു നാശമല്ല വരുവാൻ പോകുന്നത്. പിന്നെ എന്ത് സംഭവിക്കുവാൻ പോകുന്നു? അത് ഒരു ചുരുട്ടുന്നത് പോലെ പാളികളായിട്ട് മാറ്റപ്പെടുവാൻ പോകുകയാണ്. ആകാശം പൂർണ്ണമായിട്ട് മാറ്റപ്പെടുന്നില്ല. പിന്നീട് എന്ത് സംഭവിക്കും? ആകാശത്തിന്റെ ഒരു പർട്ടിക്കുലർ ലേയേഴ്സ്, എത്ര ലേയേഴ്സ് എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഒരു പർട്ടിക്കുലർ ലേയേഴ്സ്, ആ ലേയേഴ്സിന്റെ കണക്ക് വേദപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ ലേയേഴ്സ് ഒരു ചുരുട്ടുന്നത് പോലെ അങ്ങ് മാറിപ്പോകും. പക്ഷേ ഇത് ഈ സമയത്ത് മാത്രമല്ല ഇത് നടക്കുന്നത്.
പിന്നെയോ നമ്മൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഉപദ്രവ കാലത്ത് ഈ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നു. ആകാശം എന്ത് ചെയ്യുമെന്ന 6:14 പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങും ആകാശം പാടെ മാറിപ്പോകുവാൻ. ആകാശത്തിന് ചില മാറ്റങ്ങൾ സംഭവിക്കും. ആകാശം പാടെ ഒരു ചുരുട്ടുന്നത് പോലെ ആകാശം മാറ്റപ്പെടും. നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗ്ഗത്തിലെ ദൈവം, ഞാൻ പറഞ്ഞ ആദ്യത്തെ വേർഡ് നിങ്ങൾ ഓർത്തോണം. ദൈവം ആകാശത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പല ലേയേഴ്സ് ആയിട്ട് ദൈവം സൃഷ്ടിച്ച് ആ ലേയേഴ്സിനെ ദൈവം വിരിക്കുകയാണ് ചെയ്തത്. ബ്രെഡ് സ്പ്രെഡ് വിരിച്ചു, നോർമലി അതിന് പുറത്ത് മറ്റുള്ളത് വിരിച്ചു, ബെഡ്ഷീറ്റ് വിരിച്ചു എന്ന് വേണ്ട, ഇങ്ങനെ പല വിരിപ്പ് ചെയ്യുന്നത് പോലെ സ്വർഗ്ഗത്തിലെ ദൈവം ആകാശത്തെ പല തട്ടുകളാക്കി വിരിച്ചിരിക്കുക. ദൈവത്തിന് സകലത്തിന് ഉദ്ദേശമുണ്ട്. ദൈവം വെറുതെ ഒന്നുമല്ല ഇതൊക്കെ ചെയ്യുന്നത്. ആദിയിൽ തന്നെ അവസാനം അറിയുന്ന ദൈവത്തിന് നന്നായിട്ട് അറിയാം എന്താണ് താൻ ചെയ്യേണ്ടതെന്നുള്ളത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇങ്ങനെ ഈ ഭൂമിയെ ആകാശത്തെ സൃഷ്ടിക്കുവാൻ കാരണമായി തീർന്നത്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഉപദ്രവ കാലത്തിൽ ആകാശം ചുരുണ്ടു പോകുമെന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം പറയുകയാണ്. നമ്മൾ വായിച്ചു വായിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, ആകാശം കൊടുമുഴക്കത്തോടെ എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. അപ്പോൾ ആകാശം ഒരു കൊടും മുഴക്കത്തോടെ ഒഴിയുവാൻ പോകുക. എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഒരു പക്ഷേ മേജർ എർത്ത് ആയിരിക്കാം സംഭവിക്കുന്നത്. എന്താണെന്ന് സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ദൈവം തന്റെ വചനം കൽപ്പിക്കുമ്പോൾ, ദൈവം തന്റെ വാക്ക് കൽപ്പിക്കുമ്പോൾ ആ വാക്ക് കൊണ്ട് തീയ ഈ ഭൂമിയും ഈ ആകാശത്തിനും പാടെ ഒരു മാറ്റങ്ങൾ വരുത്തുവാൻ പോകുകയാണ്. എന്തായിരിക്കും മാറ്റങ്ങൾ വരുത്തുവാൻ പോകുന്നത്? അതിന്റെ അതേ വാക്യം താഴോട്ടൊന്ന് വായിച്ചാട്ട്. എന്ത് സംഭവിക്കും? ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. എന്നിട്ട് മൂലപദാർത്ഥങ്ങൾ കത്തിയും, ഓൾ ദി എലമെന്റ്സ് കത്തിയെരിയും. എന്നിട്ട് അപ്പോൾ ഭൂമിക്ക് നടക്കുന്നതിന് മുമ്പ് ആകാശത്തിന് സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യമാണ്, എന്തെല്ലാം എലമെന്റ്സ് ഉണ്ട് അത് മുഴുവൻ കത്തി നശിക്കും. എന്ത് എലമെന്റ്സ് ആയിരിക്കും ഭൂമിക്ക് ദൈവം ചെയ്യുവാൻ പോകുന്നത് നമ്മൾ നോക്കിയാൽ ആകാശം എവിടെ വരെ ദൈവം ഇളക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ശ്രദ്ധിക്കണം. അപ്പോൾ ഭൂമിക്ക് സംഭവിക്കുവാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് എത്രമാത്രം പണി അതിനകത്ത് ചെന്നിട്ടുണ്ട്, ഭൂമിക്ക് അടിയിലോട്ട് എത്രമാത്രം മനുഷ്യന്റെ കൈ ചെന്നിട്ടുണ്ട്, ആ കൈ ചെന്നതിന്റെ അടിവരെ സ്വർഗ്ഗത്തിലെ ദൈവം അളക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇന്ന് എന്തുവരെ ഇപ്പോഴത്തെ വലിയ ഹൈറൈസ് ബിൽഡിങ്സ് അതിന്റെ അങ്ങ് താഴേക്ക് പോകുന്നു. അത് മാത്രമോ, മറ്റേതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ താഴോട്ട് കുഴിച്ചു പോകുന്നു. ഇന്ന് നമുക്ക് ലഭിക്കുന്നതായ സകല നന്മകൾക്ക് വേണ്ടി മനുഷ്യൻ താഴോട്ട് കുഴിച്ചു പോകുന്നു. ഈ കുഴി എവിടം വരെ കുഴിച്ചിട്ടുണ്ട്, എവിടെ വരെ മനുഷ്യന്റെ കൈ ചെന്നിട്ടുണ്ട്, അതിന്റെ അടി വരെ സ്വർഗ്ഗത്തിലെ ദൈവം ഇളക്കും. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആകാശത്തിന്റെ എവിടം വരെ ഇളക്ക് വന്നു, മനുഷ്യന്റെ കൈ എവിടെ വരെ ചെന്നിട്ടുണ്ട് അവിടം വരെ ആകാശത്തെ സ്വർഗ്ഗത്തിലെ ദൈവം ഇളക്കും. എങ്ങനെയായിരിക്കും ദൈവം ചെയ്യുവാൻ പോകുന്നത്? മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും. അപ്പോൾ ഇവിടെ വിട്ടിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങൾ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ ആ ചെന്നതിൻ്റെ അപ്പുറം വരെ ദൈവം ഒരു റെഫർമേഷൻ നടത്തുവാൻ പോകുകയാണ്, ഒരു മാറ്റങ്ങൾ നടത്തുവാൻ പോകുകയാണ്. എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുന്നത്? ബൈ ഹിസ് വേർഡ്. വേർഡ് കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഭയാനകമായിരിക്കുന്ന തീ കടന്നു വരുവാനായിട്ട് പോകുകയാണ്. ആ തീയാണ് മനുഷ്യന്റെ എന്ത് പണികൾ എവിടെ വരെ മനുഷ്യന്റെ കൈ ചെന്നിട്ടുണ്ട്, ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഭൂമിയെ മനുഷ്യൻ എത്രത്തോളം ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട്, ആ ഓൾട്രേഷന്റെ അടിസ്ഥാനം വരെ സ്വർഗ്ഗത്തിലെ ദൈവം ഇളക്കും. മനുഷ്യന്റെ യാതൊരു പണിയും സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ആവശ്യമില്ല. ദൈവം സൃഷ്ടിച്ച ഭൂമി വളരെ ബ്യൂട്ടിഫുള്ളാ. ദൈവം സൃഷ്ടിച്ച ഭൂമി പെർഫെക്റ്റാ. പക്ഷേ ആ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഭൂമിയെ മനുഷ്യൻ അപൂർണതയാക്കിയെങ്കിൽ, മനുഷ്യൻ അപൂർണതയാക്കിയ ഭൂമിയുടെ ആകാശത്തിൻ്റെ മുകൾ ഭാഗം വരെ
മാറ്റുകൾ. നിങ്ങൾ എന്നോട് ചോദിക്കുക എവിടം വരെയാണ് മാറ്റുന്നത്? എനിക്കറിയത്തില്ല. പിന്നെ ഒന്നെനിക്കറിയാം, മനുഷ്യന്റെ കൈ എവിടെ വരെ ചെന്നിട്ടുണ്ട് അവിടെ മുഴുവൻ മാറ്റപ്പെടും. അത് മുഴുവൻ എന്ത് സംഭവിക്കും? തീ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ കടന്നു വരുവാൻ സാധിക്കുന്നതായിരിക്കുന്ന ഒരു വലിയ ഭയാനകമായിരിക്കുന്ന ഒരു വിഷയം. നിങ്ങൾ ഈ വിഷയം നിങ്ങൾ താഴോട്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ എന്ത് സംഭവിക്കും ഈ ഭൂമിക്ക്? ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയാണ്. ആകാശത്തെ സകല എലമെന്റ്സ് അത് മുഴുവൻ അവിടെ നിന്ന് കത്തുവാൻ പോകുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയോണം, മേള് കത്താൻ തുടങ്ങി. പിന്നെ താഴെ എന്തുവായിരിക്കും അവസ്ഥ? താഴത്തെ അവസ്ഥ അതിലും ഭയാനകം. വായിച്ചോട്ട് എർത്തിന്റെ അവസ്ഥ എന്താ? 2 Peter chapter 3 verse 10. വീണ്ടും ഭൂമിയും അതിനുള്ള പണികളും വെന്തുപോകും. അപ്പോൾ ദൈവം ഭൂമിയെ എന്തോ ചെയ്യും? മനുഷ്യന്റെ കൈ എവിടം വരെ ചെന്നിട്ടുണ്ട് അതിൻ്റെ അടി വരെ സ്വർഗത്തിൽ ദൈവം കത്തിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, വാസ്തവത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആകാശത്തൊരു കത്തൽ നടക്കാൻ പോവാ, ഭൂമിയിലൊരു കത്തൽ നടക്കാൻ പോവാ. ഈ രണ്ട് കത്തലും എന്ന് പറയുന്നത് മനുഷ്യന്റെ പണി എവിടെ വരെ ചെന്നിട്ടുണ്ട് അതിന്റെ മുകളിലും അതിന്റെ താഴെയും. ഈ ഭൂമിയെ ദൈവം അങ്ങ് തീ കൊണ്ട് ശുദ്ധീകരിക്കുക. എന്തിനാ തീ ചെയ്യുന്നറിയാമോ? തീ കൊണ്ട് ദൈവം ശുദ്ധീകരിക്കുക ചെയ്യുന്നത്. കാരണം ആ പാപത്തിന്റെ സകല കേടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയുമുള്ള ഭൂമിക്ക് ചില പ്രത്യേകതയുണ്ട്. ആ ഭൂമിക്ക് പാപമില്ല, ആ ഭൂമിയിൽ പാപ സ്വഭാവമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭൂമിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇന്നത്തെ ദൈവമക്കളുടെ പ്രതികൂല ശക്തികളാകുന്ന ലോകം, ജഡം, പിശാച്, ആ പിശാചിനെ ഓൾറെഡി നരകത്തിലേക്ക് വിട്ടു, പാതാളത്തിലേക്ക്, ഒരു ലേക്ക് ഓഫ് ഫയറിലേക്ക് വിട്ടു. ഈ ജഡത്തിന് രൂപാന്തരം സംഭവിച്ചു. ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെ ധരിച്ചു. 3, ഈ ലോകത്തിന് ഒരു മാറ്റം കടന്നു വന്നിട്ടില്ല എങ്കിൽ ലോകത്തിന് വീണ്ടും അവരെ വശീകരിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ഈ ഭൂമിക്ക് ഒരു രൂപാന്തരം വരുത്തുക. ആ ഭൂമിക്ക് രൂപാന്തരം വരുത്തുന്നത് അതിന്റെ സകല പണികൾ വരെയാണോ അതിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ വരെ മനുഷ്യൻ അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്, ഇനിയും വരുന്ന ദിവസങ്ങളിൽ എവിടെ വരെ ഇടുവാൻ പോകുന്നുണ്ട് അതിന്റെ അടിത്തറ വരെ, അതിന്റെ മേൽത്തട്ട് വരെ സ്വർഗത്തിലെ ദൈവം തന്റെ വചനമയച്ച് തീ കൊണ്ട് നശിപ്പിക്കും. ഈ തീ കൊണ്ട് നശിച്ചാലുള്ള ഒരു കുഴപ്പം നിങ്ങൾ ഒരു ഗുണം നിങ്ങൾ മനസ്സിലാക്കിയോ? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ദാസൻ നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, ഇതുവരെ താൻ കണ്ടിട്ടുള്ളൊരു ഭൂമിയല്ല താൻ കാണുന്നത്. താൻ കാണുമ്പോൾ കാണുന്നത്, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും, പുതിയ ആകാശവും പുതിയ ഭൂമിയും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തീ എന്ത് ചെയ്യുവാനിടയായിത്തീർന്നു? ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്, അതിന്റെ 21-ന്റെ 1-ാമത്തെ വാക്യം, ചാപ്റ്റർ 21 verse 1. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, അത് ഒഴിഞ്ഞു പോയി, അത് അങ്ങ് മൂവ് ചെയ്തു. 1-ാമത്തെ ആകാശം 1-ാമത്തെ ഭൂമി അങ്ങ് ഒഴിഞ്ഞു പോയി. നിങ്ങൾ മനസ്സിലാക്കുക, സമുദ്രം ഇനിയില്ലെന്നോ. നിങ്ങൾ എന്തുകൊണ്ടാ ദൈവം ഈ ഭൂമിയെയും ആകാശത്തെയും ഇളക്കിയെന്ന് അറിയാമോ? എങ്ങനെയായിരുന്നു? തീ കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിച്ചോൾ മേളിലും അടിയെല്ലാം നിന്ന് ശരിയായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ സംഭവിക്കും? ഇതങ്ങ് സെപ്പറേറ്റ് ചെയ്യും. ഈ ഭൂമിയിൽ ഇനി വരുവാൻ പോകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിൽ സമുദ്രമില്ല, വെള്ളമുണ്ട്. സമുദ്രമില്ല, വെള്ളമില്ലെന്നല്ല. മനുഷ്യൻ ജീവിക്കുവാൻ വെള്ളം ആവശ്യമാണ്. പക്ഷെ അതിന് മനോഹരമായിരിക്കും നദിയുണ്ട്, നല്ല വെള്ളമുണ്ട്. സമുദ്രം വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഈവിളിനെ ചൂണ്ടിക്കാണിക്കുന്നു, ദുഷ്ടതയെ ചൂണ്ടിക്കാണിക്കുന്നു. സമുദ്രം വെള്ളമല്ല, സമുദ്രം. വായിച്ചാട്ടോ 1-2 വേർഡ്. യെശയ്യാ ചാപ്റ്റർ 57 verse 20. ദുഷ്ടന്മാരോ കലങ്ങി മറിഞ്ഞ്. അപ്പൊ ദുഷ്ടന്മാരെ ഉപമിച്ചിരിക്കുന്നത് ആരോടുകൂടെ ചേർത്ത?
കടലിനോട് ചേർത്ത. നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം ആദിയിൽ സൃഷ്ടിച്ച ഭൂമിയിൽ, നാലാമത് സൃഷ്ടിക്കുന്ന ഭൂമിയിൽ സമുദ്രമില്ല എങ്കിൽ ഒന്നാമത് സൃഷ്ടിച്ച ഭൂമിയിൽ എന്ത് കാണാൻ ചാൻസ് ഇല്ല? എന്ത് കാണത്തില്ലായിരുന്നു? സമുദ്രമില്ല. അന്ന് ദൈവം ആ ഭൂമിയെ നശിപ്പിക്കുവാൻ വേണ്ടിയാണോ സമുദ്രത്തെ കൊണ്ടുവന്നത്? അപ്പോൾ സമുദ്രം എന്ന് പറയുന്നത് ഒരു ദോഷത്തിന്റെ, നാശത്തിന്റെ സിംബലാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം സമുദ്രത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, ദുഷ്ടന്മാരെന്ന് പറയുന്നത് കലങ്ങി മറയുന്ന കടലിന് സമമാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന മനോഹരമായ മറ്റൊരു സത്യമുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 1. വെളിപ്പാട് 13:1. എവിടെ നിന്ന് വന്നു? ആരായി മൃഗം? ആന്റി ക്രൈസ്റ്റ്. ആന്റി ക്രൈസ്റ്റ് സമുദ്രത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് സമുദ്ര വെള്ളത്തിൽ നിന്നാണ് വരുന്നത്? അല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഔട്ട് ഓഫ് ഈവിൾ. തൻ്റെ ദുഷ്ടതയെ എത്രമാത്രം സിവിയറായിട്ട് വെളിപ്പെടുത്തണമോ അതിനനുസരിച്ച് വെളിപ്പെടുത്തിയ ഭാഗമാണ് ആന്റി ക്രൈസ്റ്റ് കടന്നു വരുന്നത് സമുദ്രത്തിൽ നിന്നാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ദുഷ്ടത എത്രമാത്രം വലുത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സമുദ്രം ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ അത് ദുഷ്ടതയെ ചൂണ്ടിക്കാണിക്കുന്നു എങ്കിൽ, ആദ്യത്തിൽ ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഭൂമി ആഴം, വെള്ളം അതിന്മേൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വെള്ളം കടന്നു വരുവാനുള്ള കാരണം എന്തായിരുന്നു? ദുഷ്ടത. അപ്പൊ ദുഷ്ടത കൊണ്ട് ദൈവം എന്ത് ചെയ്തു? നശിപ്പിച്ചു. ആര് ദുഷ്ടം ചെയ്തു? ദൈവത്തിന്റെ വിശുദ്ധ വചനം ദൈവം നോക്കി പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ തോട്ടമായിരുന്നു, ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം മുതലായ വിവിധ രത്നങ്ങളാൽ നിന്നെ അലങ്കരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാളിൽ നീ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ നീ നടപ്പിൽ നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് യെശയ്യാവ് ഇപ്രകാരം വെളിപ്പെടുത്തുക, ഞാൻ സ്വർഗ്ഗോന്നതങ്ങൾക്ക് മേതെ കയറും, ഞാൻ ദൈവത്തോട് സദൃശ്യനാകും, എൻ്റെ സിംഹാസനം അവൻ്റെ സിംഹാസനം മുകളിൽ വെക്കും. ആ വാക്ക് കടന്നു വന്നപ്പോൾ ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ നിന്ന് തള്ളിത്താഴയിട്ടു. ആരെക്കുറിച്ചാ പറഞ്ഞേ? ലൂസിഫർ. അപ്പൊ ഇതിനു മുൻപ് ആ ലൂസിഫറിന്റെ ദുഷ്ടതയാണ് ഈ ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെടുവാനിടയായി തീർന്നത്. അപ്പോൾ ആദ്യത്തെ ഭൂമി ദൈവം രണ്ടാമത് ആ ഭൂമിക്ക് രൂപാന്തരം വരുത്തുമ്പോഴും എന്തുണ്ടായിരുന്നു? വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞ് വെള്ളത്തിന്റെ കൂട്ടത്തിന് എന്ത് പേര് കൊടുത്തു? സമുദ്രം. മറ്റേ കൂട്ടത്തിന് എന്ത് പേര് കൊടുത്തു? കരയെന്ന് പേര് കൊടുത്തു. ഈ സമുദ്രം കിടക്കുന്നത് എന്തിന്റെ അടയാളമാ? ഈവിളുടെ അടയാളം, ദുഷ്ടതയുടെ അടയാളം. അപ്പോൾ ദുഷ്ടതയുടെ അടയാളമാകുന്ന ഈവിൾ അന്ന് എവിടെ കിടക്കുക? ഈ ഭൂമിയിൽ കിടക്കുക. ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ആദമിനെ ആക്കുവാൻ പോയ അതേ ഭൂമിയിലും എന്തുണ്ടായിരുന്നു? ദുഷ്ടതയുടെ പര്യായമായിരിക്കുന്ന സമുദ്രമുണ്ടായിരുന്നു. ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ദൈവം ഈ ഭൂമിയെ വളരെ മനോഹരമായി സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ പണി അതിനെ നശിപ്പിച്ചു. സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ്റെ പണികൾ എവിടെ ചെന്നിട്ടുണ്ട് അതുവരെ കത്തി നശിപ്പിച്ച് അതിൽ കൂടെ ഉളവാകുന്നത് ഒരു പുതിയ ഭൂമിയാണ്. ആകാശം കത്തിയെരിയുമ്പോൾ ഒരു പുതിയ ആകാശം, ഭൂമി കത്തിയെരിയുമ്പോൾ ഒരു പുതിയ ഭൂമി. ആ ഭൂമിക്ക് പിന്നെ എന്തില്ല? ഇന്ന് മനുഷ്യൻ കാണുന്നതാക്കി യാതൊന്നും അതിനകത്തില്ല. അതുകൊണ്ട് ശൂന്യമായിരിക്കുന്ന ഒരു ഭൂമിയാണോ? ഒരിക്കലുമല്ല. നമ്മൾ ആ ഭൂമിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകൾ അടച്ചാട്ട് കർത്താവിൻ്റെ വിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ തിരിച്ചുകൊണ്ട്